بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ അധ്യക്ഷൻ, മറ്റു ബഹുമാന്യരായ നേതാക്കളെ, ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, പടച്ചതമ്പുരാന്റെ കരുണയും കാവലും എന്നും എപ്പോഴും നമ്മളിൽ ഉണ്ടാകുമാറാകട്ടെ. ജമാഅത്തെ ഇസ്ലാമി പ്രാദേശിക സമ്മേളനങ്ങൾ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വളരെയേറെ ജനപങ്കാളിത്തത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലയുടെ അങ്ങേയറ്റം നാദാപുരം മേഖലയിലെ വാണിമേലിൽ നിന്ന് രാവിലെ നടന്ന പരിപാടിയിൽ കൂടി പങ്കെടുത്തിട്ടാണ് ഈ അറ്റത്ത് എത്തി നിൽക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ എളിയ പ്രവർത്തകന്മാർ വിളിച്ചപ്പോൾ ഈ സമ്മേളനത്തിലേക്ക് നേരത്തെ തന്നെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. നന്മയുടെ മാർഗത്തിൽ നമ്മുടെ ഈ ഇരുത്തവും നമ്മുടെ ഈ കൂടിച്ചേരലും പടച്ചവൻ സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് ഏറ്റവും നല്ല പ്രതിഫലം ലഭിക്കുന്ന, ഇഹലോകത്ത് ഏറ്റവും മികച്ച പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒത്തുകൂടലായി ഈ സംഗമത്തെ നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഏറെ സന്തോഷത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ വർണ്ണം, നമ്മുടെ ജീവിതത്തിൻ്റെ നിറം, അത് മനോഹരമായി നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തിന് വേഗം വർദ്ധിച്ചിരിക്കുന്നു. പുതിയ പുതിയ സംവിധാനങ്ങൾ വന്നതോടുകൂടി നമുക്ക് സ്പീഡ് വർദ്ധിച്ചിരിക്കുന്നു. ജീവിതം കുറച്ചുകൂടി എളുപ്പമായി തോന്നുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നല്ല കുതിപ്പ് നമ്മുടെ പ്രിയപ്പെട്ട മക്കള് അടയാളപ്പെടുത്തിയിരിക്കുന്നു. വിദ്യാഭ്യാസ പുരോഗതിയിലൂടെ സാംസ്കാരികമായ അഭിവൃദ്ധി, സാമൂഹികമായ പുരോഗതി, സാമ്പത്തികമായ ശാക്തീകരണം സാധ്യമായി കൊണ്ടേയിരിക്കുകയാണ്. ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കെട്ടുറപ്പുള്ള ഒരു സമൂഹത്തിന്റെ തികവാർന്ന ലക്ഷണങ്ങളെല്ലാം അടിസ്ഥാനപരമായി നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. ഈ പ്രദേശം ഞാൻ മനസ്സിലാക്കിയിടത്തോളം വിദ്യാഭ്യാസ രംഗത്ത് കരുതലോടുകൂടി കാൽവെക്കുന്ന ഒരു പ്രദേശമാണ്. അതുവഴി സമൂഹത്തിൽ വലിയ സംഭാവനകൾ അർപ്പിക്കാൻ ഇവിടെയുള്ള വ്യക്തിത്വങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന നിരവധി കാരണവന്മാർ ഇവിടെയുണ്ട്. ആ വഴിയെ സഞ്ചരിക്കുന്ന പുതിയ തലമുറയുണ്ട്. പുതിയ തലമുറ ഇന്ന് നമുക്ക് മുന്നിൽ അഭിമാനത്തോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. തടസ്സങ്ങളെല്ലാം വെട്ടിത്തെളിയിച്ച് കൂടുതൽ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കള് നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പരീക്ഷകളും കടന്നു വരുമ്പോൾ, സവിശേഷമായി മത്സര പരീക്ഷകൾ കടന്നു വരുന്നിടത്ത്, അവരവരുടെ സ്കില്ല് വർദ്ധിപ്പിച്ചെടുക്കുന്നിടത്ത് എത്ര മികവോടുകൂടിയാണ് നമ്മുടെ പൊന്നുമക്കൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പടച്ചറപ്പ് കൺകുളിർമയുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളിലൂടെ ഖൈറും ബർക്കത്തും പടച്ചവൻ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാടിനെ കുറിച്ച്, നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ഇങ്ങനെ മനോഹരമായ ഒരുപാട് വർത്തമാനങ്ങൾ നമുക്ക് പറയാനുണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മുടെ നാട് വലിയ വെല്ലുവിളികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം പറയേണ്ടവരല്ല നമ്മൾ പരിഹാരങ്ങളോട് ചേർന്ന് നിൽക്കേണ്ട ആളുകളാണ്.
ഏതെങ്കിലും ഒരു വിഷയത്തെ പർവ്വതീകരിച്ചുകൊണ്ടോ ഏതെങ്കിലും ഒരു വ്യക്തിയെ വക്രീകരിച്ചുകൊണ്ടോ മൊത്തം കാര്യങ്ങളെ അതിലേക്ക് ചുരുട്ടിക്കെട്ടിയിട്ട് ഒരു നെഗറ്റീവ് സമീപനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. പോസിറ്റീവ് തിങ്കിങ് ഏത് സന്ദർഭത്തിലും ഏത് വിഷയത്തെക്കുറിച്ചും നമുക്കുണ്ടായിരിക്കണം. പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നത് നമ്മുടെ ഒരു ജീവിത യാഥാർത്ഥ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, നമ്മുടെ സമ്പത്തിന്റെ കൂട്ടത്തിൽ, നമ്മുടെ വിഭവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് മനുഷ്യ സമ്പത്താണ്. ഒരു നാട് വിദ്യാഭ്യാസപരമായി പുരോഗതി നേടിയെടുക്കുന്നത്, സാമൂഹികമായി അഭിവൃദ്ധിപ്പെടുന്നത്, സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെടുന്നത്, ഒരു നാടിന്റെ സോഷ്യൽ സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് മനുഷ്യ സമ്പത്തുമായി, മനുഷ്യ വിഭവവുമായി ഏറെ ചേർന്ന് നിൽക്കുന്നതാണ്. ആ മനുഷ്യ സമ്പത്ത് ഇന്ന് വലിയ വെല്ലുവിളികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വെല്ലുവിളികളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഒരു ഇന്നലെയുണ്ടായിരുന്നു, നമ്മുടെ ഗ്രാമങ്ങൾക്ക് ഒരു ചരിത്രമുണ്ടായിരുന്നു, നമ്മുടെ പ്രദേശങ്ങൾക്ക് ഒരു ചരിത്രമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഗ്രാമീണതയുടെ മനോഹാരിതയിൽ ഇപ്പോഴും നമ്മൾ ഇങ്ങനെ നമ്മുടെ കൊച്ചു ഗ്രാമങ്ങൾ സഞ്ചരിക്കുമ്പോൾ അതിന്റെ മുറിവ് വല്ലാതെ നമ്മൾ അഭിമുഖീകരിക്കുന്നില്ല. എങ്കിലും ധ്രുവീകരണത്തിന്റെ കഴുകക്കണ്ണുമായിട്ട് നമ്മുടെ ചെറിയ ഇടങ്ങളിലേക്ക് പോലും ഇന്ന് വംശീയതയുടെ ശക്തികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹെയ്റ്റ് പൊളിറ്റിക്സ് ആണ് ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്നത്. വെറുപ്പ് തിന്ന്, വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച്, വെറുപ്പ് വിതറിക്കൊണ്ടിരിക്കുന്ന ചില ശക്തികൾ നമ്മുടെ ജനസമൂഹങ്ങൾക്കിടയിൽ സഹവർത്തിത്വത്തിന്റെ എല്ലാ നന്മകളെയും കെടുത്തിക്കളയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. വൈവിധ്യങ്ങളിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്ത കൊടികൾ, വ്യത്യസ്ത മുദ്രാവാക്യങ്ങൾ, ഇതെല്ലാം തോളോട് ചേർന്നുകൊണ്ടുകൊണ്ട് സാഹോദര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന കേരളീയ പശ്ചാത്തലത്തിൽ പോലും വികൃതമായി ചിത്രീകരിച്ചുകൊണ്ട് വെറുപ്പിന്റെ ശക്തികൾ അവരുടെ വ്യാപാരം അതിശക്തമായി മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ ഗൗരവത്തോടുകൂടി നമ്മൾ നോക്കിക്കാണുന്നു. ഉത്തരവാദപ്പെട്ട വ്യക്തിത്വങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ജില്ലകളെക്കുറിച്ച്, പാർട്ടികളെക്കുറിച്ച്, സംഘടനകളെക്കുറിച്ച്, രാഷ്ട്രീയ ഇടപെടലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത്തരം പ്രയോഗങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഉദ്ധരിച്ച് ഇതുപോലുള്ള പ്രബുദ്ധമായ ഒരു സദസ്സിനെ മലീമസപ്പെടുത്തണം എന്ന് ഞാൻ ഗ്രഹിക്കുന്നില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, അത്തരം വെറുപ്പിന്റെ വർത്തമാനങ്ങൾ അത് കേവലം പ്രസ്താവനകളല്ല. അത്തരം വെറുപ്പിന്റെ വർത്തമാനങ്ങൾ ചില വിവരദോഷികളായ ആളുകളുടെ വിഡ്ഢിത്തം എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത് എത്രമാത്രം നമ്മുടെ സാമൂഹിക ജീവിതത്തെ, നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റിയെ, നമ്മുടെ തലമുറകളുടെ ഭാവിയെ അപായപ്പെടുത്തുന്നുണ്ട് എന്ന് ഗൗരവത്തോടുകൂടി ചിന്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എഡ്വേർഡ് സയ്യിദ് ദ ക്വസ്റ്റ്യൻ ഓഫ് ഫലസ്തീൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം മനോഹരമായി ചിത്രീകരിക്കുന്നുണ്ട്. ഫലസ്തീനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഫലസ്തീനിന്റെ 6.6 ഭൂമിയിൽ മാത്രം ആധിപത്യമുണ്ടായിരുന്ന ഇസ്രായേൽ സമൂഹം എങ്ങനെയാണ് ഫലസ്തീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമി പോലും കൈയടക്കിയത്? എങ്ങനെ അവർക്ക് ആധിപത്യമുണ്ടായി? പാഠപുസ്തകങ്ങളിലൂടെ ഒരു ജനതയെക്കുറിച്ച് വെളുപ്പ്, ഒരു ജനതയെക്കുറിച്ചുള്ള പ്രചാരണങ്ങൾ, കുപ്രചാരണങ്ങൾ അതിശക്തമായി അടിച്ചുവിടുകയും ആ ജനതയുടെ സിംബലുകളെ ഉപയോഗപ്പെടുത്തി, ആ ജനതയുടെ ചരിത്രത്തെ ഉപയോഗപ്പെടുത്തി, ആ ജനതയുടെ ജീവിത രീതികളെ വികൃതമായി ചിത്രീകരിച്ചുകൊണ്ടാണ് ആ ഭൂമിയെ പോലും അധീനപ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടുള്ളത് എന്ന് എഡ്വേർഡ് സയ്യിദ് വിശദീകരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വളരെ ലളിതമായ അല്ലെങ്കിൽ വളരെ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മണ്ണിനെ ദുരുപയോഗപ്പെടുത്തരുത്. ഈ രാജ്യത്തിന്റെ മൈത്രിയെ, ഈ രാജ്യത്തിന്റെ സാഹോദര്യത്തെ, ഈ രാജ്യത്തിന്റെ മാനവികതയെ തല്ലിക്കെടുത്തരുത് എന്നാണ് വളരെ ആധികാരികതയോടുകൂടി ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ പറഞ്ഞു, നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളിൽ വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ മനുഷ്യ സമ്പത്ത് അഭിമുഖീകരിക്കുന്ന വെല്ലുവിളിയാണ്. അക്കൂട്ടത്തിൽ വളരെ ഗൗരവത്തോടുകൂടി പറയേണ്ട ഒന്ന്, നമ്മുടെ ചെറുപ്പക്കാരിൽ, നമ്മുടെ പുതിയ തലമുറയിൽ ഇന്ന് വ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗമാണ്. പുതിയ പുതിയ ചിന്താഗതികളാണ്. ലഹരി ഉപയോഗത്തെക്കുറിച്ച് മുമ്പും നമുക്ക് ആവലാതികൾ ഉണ്ടായിരുന്നു. മദ്യം, മയക്കുമരുന്ന് പോലുള്ള ഉപയോഗ വസ്തുക്കൾ ഇന്ന് പുതുതായി ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പുതിയ തലമുറ മാത്രം അത് പരിചയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു എന്ന് എന്റെ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്കറിയാം.
പക്ഷേ ജീവിതത്തിന്റെ ഒരു യാത്രയിൽ മുന്നോട്ട് പോയിട്ട് ഉത്തരവാദിത്തങ്ങളുടെ ബാധ്യതകളുടെ വേലിയേറ്റങ്ങൾക്കിടയിൽ ചിലപ്പോഴൊക്കെ തളരുമ്പോ, അല്ലെങ്കിൽ പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ചെറുപ്പക്കാര് അല്ലെങ്കിൽ പ്രായം കൂടിയിട്ടുള്ള ആളുകള് അതൊന്ന് ഉപയോഗിച്ചു പോകാറുണ്ടായിരുന്നു. അതെത്ര ഗൗരവത്തോടു കൂടിയാണ് അന്ന് അത് നമ്മൾ നോക്കിക്കണ്ടിരുന്നത്. ഇന്ന് കാലിന്റെ ചുവപ്പ് മാറാത്ത കൊച്ചുകുട്ടികൾ പോലും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ എത്ര ഗൗരവത്തോടു കൂടിയാണ് നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. സ്വന്തം മാതാവിനെ പോലും കൊലവിളിക്കുന്ന രൂപത്തിലേക്ക്, സ്വന്തം കൂടെ കിടക്കുന്നവരുടെ പോലും കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ കഴിയുന്ന രൂപത്തിലേക്ക് ലഹരി ഉപയോഗം, മയക്കുമരുന്നുകളുടെ ഉപയോഗം മനുഷ്യ ജീവിതത്തെ അപായപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിയുള്ള വ്യക്തിത്വങ്ങളെയാണ് ഈ രാജ്യത്തിന്, ഈ സമൂഹത്തിന് മയക്കുമരുന്ന് യഥാർത്ഥത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പഠനം തെളിയിക്കുന്നു. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കൊലപാതകങ്ങളുടെ 80%, കയ്യേറ്റങ്ങളുടെ 83%, കവർച്ചയുടെ 69%, ബലാത്സംഗം പോലുള്ളവയുടെ 70% നടക്കുന്നത് ലഹരി ഉപയോഗത്തിന്റെ ഫലമായിട്ടാണ് എന്ന് പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെറുപ്പം ലഹരിക്ക് അടിപ്പെട്ട് നമ്മുടെ ചെറുപ്പങ്ങളുടെ, മനുഷ്യരുടെ ആരോഗ്യം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എന്താണ് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നം, എങ്ങനെയാണ് നമുക്കതിനെ പരിഹരിക്കാൻ കഴിയുക എന്ന കാതലായ ചിന്തയാണ് ഇത്തരം പ്രാദേശിക സമ്മേളനങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരികളുമായി ജമാഅത്തെ ഇസ്ലാമി പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമാത്ര പ്രസക്തമായിട്ട് ഈ സമൂഹത്തോട് ജമാഅത്തെ ഇസ്ലാമി പറയേണ്ടി വരുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാൻ സാധിക്കും, കഴിഞ്ഞ 70-ലേറെ വർഷക്കാലമായി ഈ രാജ്യത്ത് വ്യക്തികളുടെ സംസ്കരണത്തിലൂടെ, കുടുംബത്തിന്റെ സംസ്കരണത്തിലൂടെ, സമൂഹത്തിന്റെ സംസ്കരണത്തിന് വേണ്ടി, അത് നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ധാർമ്മിക മനസാക്ഷിയുടെ ഉത്തമ പ്രതീകമാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ രാജ്യത്തിന്റെ നന്മക്ക്, ഈ സമൂഹത്തിന്റെ പുരോഗതിക്ക്, മനുഷ്യന്റെ കെട്ടുറപ്പിന്, വ്യക്തികളുടെ വ്യക്തിത്വ വികാസത്തിന്, അവരുടെ സാമൂഹികമായ മാറ്റത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ കൃത്യമായ ഒരു ഐഡിയോളജി ഉണ്ട്. ആദർശ ഭൂമികയുടെ പ്രോജ്വലമായ ആദർശ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഈ ജനതയുടെ മുമ്പിൽ അത് സമർപ്പിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ത് എന്ന് നമുക്കറിയാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതാണ് അവനെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വഴികൾ വെട്ടി തുറക്കുന്നിടത്ത്, അവരുടെ ജീവിതത്തിന്റെ ഫ്രെയിം വർക്ക് നടത്തുന്നിടത്ത് അവരുടെ ആറ്റിറ്റ്യൂഡിന്, ആറ്റിറ്റ്യൂഡ് ഈസ് എവരിതിങ് എന്നാണല്ലോ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തെ കുറിച്ചുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാട് രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. ആ രൂപപ്പെടുന്ന കാഴ്ചപ്പാടനുസരിച്ചാണ് ജീവിതം മുന്നോട്ട് പോകേണ്ടത്. ഇന്ന് പുതിയ ചിന്താഗതികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ലിബറലിസത്തിന്റെ കാഴ്ചപ്പാടാണ്. എന്താണ് ലിബറലിസത്തിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു ഫ്രെയിം ആവശ്യമില്ല, അവന് ധാർമ്മികതയുടെ പാഠങ്ങൾ വേണ്ട, അവന് മതത്തിന്റെ അധ്യാപനങ്ങൾ ആവശ്യമില്ല, അവന് വേദഗ്രന്ഥത്തിന്റെ പിൻബലം ഉണ്ടാകേണ്ടതില്ല, അവന് പ്രവാചകന്മാരുടെ പാഠങ്ങൾ ഉണ്ടാകേണ്ടതില്ല, അവനെ ആരും ഉപദേശിക്കേണ്ടതില്ല, അവനെ ആരും നിയന്ത്രിക്കേണ്ടതില്ല, അവന് ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ ചെയ്യാം. ആ രൂപത്തിൽ തന്റെ ഓരോരുത്തരുടെയും ശിഷ്ടത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം എന്നിടത്തേക്ക് ഹാപ്പിനെസ് തിയറികൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിങ്ങളെ തല്ലിയാലാണ് എനിക്ക് സന്തോഷമെങ്കിൽ ഞാൻ നിങ്ങളെ തല്ലും, നിങ്ങളെ കൊന്നാലാണ് എനിക്ക് സന്തോഷമെങ്കിൽ അത് ഞാനും ചെയ്യും, എന്നോട് ആരും ഒന്നും ചോദിക്കാൻ പാടില്ല എന്നിടത്തേക്ക് പുതിയ കാഴ്ചപ്പാടുകൾ പറഞ്ഞു വരുമ്പോ, പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ പ്രപഞ്ചത്തിന്റെ താളക്രമത്തിന്റെ ഭാഗമാണ്. പ്രപഞ്ചത്തിന്റെ താളക്രമത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന് ഒരു ഫ്രെയിം ഉണ്ടാകേണ്ടതുണ്ട്. ആ ഫ്രെയിം ഉണ്ടാകുമ്പോഴാണ് ആ ജീവിതത്തിന് ഭംഗി ഉണ്ടാവുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വയനാട്ട് താമരശ്ശേരി ചുരം വഴി വയനാട്ടിലേക്ക് യാത്ര ചെയ്യാറില്ലേ? പ്രകൃതി രമണീയമായ ആ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോ നമ്മുടെ കണ്ണിന് കുളിർമയുണ്ടാകും. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോ നമ്മുടെ റോഡിന്റെ ഇരുഭാഗങ്ങളിൽ ഉയർത്തിയിരിക്കുന്ന ഭിത്തികൾ നമ്മുടെ വാഹനങ്ങൾ കൊക്കയിലേക്ക് വീഴാതിരിക്കാൻ, നമ്മുടെ പ്രിയപ്പെട്ട മക്കള് കൈത്തന്നി വീഴാതിരിക്കാൻ ആ മതിലുകൾ പടുത്തുയർത്തിയിരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ മതിലുകൾ
വാതിലുകൾ കൂടി പൊളിച്ചിരുന്നെങ്കിൽ കാഴ്ച എത്ര ഭംഗിയാകുമായിരുന്നു. ആഗ്രഹിക്കാം, പക്ഷെ വലിയ അപകടത്തിലേക്കാണ് അത് പോവുക. നമുക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അപകടങ്ങളിൽ നിന്ന് നമുക്ക് സെക്യൂരിറ്റിയാണ് ലഭിക്കുന്നത്. നിയമം എന്ന് പറയുന്നത് മനുഷ്യൻ ഒരിക്കലും വയ്യാവേലിയല്ല. നിയമങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന് ഒരു ഊരാക്കുടുക്കല്ല. നിയമങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. കാൽപന്ത് കളി ഇഷ്ടമുള്ളവരാണല്ലോ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാൽപന്ത് കളിയുടെ മനോഹാരിത എന്താണ്? ഒരാൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് കാല് കൊണ്ട് പന്തങ്ങട്ട് തട്ടുന്നു, മറ്റൊരാൾ ഇങ്ങോട്ട് തട്ടുന്നു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കൽ മാത്രമാണ് കാൽപന്ത് കളിയെങ്കിൽ അതിന് കാണികൾ ഉണ്ടാവില്ല, അതിനൊരു ഭംഗി ഉണ്ടാവില്ല. അതിന് ഒരു നിയമമുണ്ട്, അതിന് ഒരു ഫ്രെയിമുണ്ട്, അതിന് ഒരു ബൗണ്ടറി ഉണ്ട്, അതിന് ഒരു റഫറി ഉണ്ട്, അതിന് ഒരു സമയമുണ്ട്. അപ്പോഴാണ് കളി പോലും കാര്യമാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന് നിയമങ്ങൾ ഉണ്ടാകണം, നമ്മുടെ ജീവിതത്തിന് ബൗണ്ടറി ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെന്ന് ഉണ്ടാകുമ്പോഴാണ് ആ ജീവിതം മനോഹരമായി തീരുന്നത്. അതാരാണ് തീരുമാനിക്കേണ്ടത്? എന്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിച്ചാൽ മതിയോ? നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ജീവിച്ചാൽ മതിയോ? ഞാൻ എന്റെ ഇഷ്ടം എനിക്ക് വേണ്ടി നിയമിക്കുന്ന, എനിക്ക് വേണ്ടി നിർമ്മിക്കുന്ന നിയമങ്ങളുടെ പിൻബലത്തിലാവുക. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന നിയമങ്ങളുടെ പിൻബലത്തിലാകുമ്പോ പിന്നെ ഓരോരുത്തരും അവനവന്റെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കുമ്പോ ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ എന്ത് സംഭവിക്കും? നമ്മൾ സിഗ്നൽ നഷ്ടപ്പെട്ട റോഡുകളിലൂടെ പോകുന്ന വാഹനങ്ങളുടെ ബ്ലോക്ക് കാണാറില്ലേ? വാഹനങ്ങളുടെ അപകടങ്ങൾ നമ്മൾ കാണാറില്ലേ? അതുപോലെ കൂട്ടിമുട്ടുന്ന ജീവിതങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു പോയിന്റിൽ നിന്നാണ് നമുക്ക് നിയമങ്ങൾ ലഭിക്കേണ്ടത്. ആരാണ് നമുക്ക് നിയമങ്ങൾ നിർമ്മിക്കേണ്ടത്? നമ്മൾ സൃഷ്ടിച്ച പടച്ചവൻ തന്നെയാകുന്നു. എനിക്കും നിങ്ങൾക്കും നമുക്ക് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരമില്ല. നമ്മെ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ നിയമങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഏതുപോലെ നിർമ്മിച്ചു നമുക്കറിയാം. നിങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, സഹോദരന്മാര്, അങ്ങാടിയിലേക്ക് കോഴിക്കോട്ട് പോയിട്ട് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൗണ്ടിൽ പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാറില്ലേ? നിങ്ങൾ പല പ്രൊഡക്റ്റുകളും വീട്ടിലേക്ക് വാങ്ങാറുണ്ട്, ഓഫർ അനുസരിച്ച് വാങ്ങാറുണ്ട്. നിങ്ങൾ ഫ്രിഡ്ജ് വാങ്ങാറുണ്ട്, നിങ്ങൾ റെഫ്രിജറേറ്റർ വാങ്ങാറുണ്ട്, നിങ്ങൾ മിക്സി വാങ്ങാറുണ്ട്, നിങ്ങൾ TV വാങ്ങാറുണ്ട്, നിങ്ങൾ മൊബൈൽ വാങ്ങാറുണ്ട്, നമ്മൾ എല്ലാവരും വാങ്ങാറുണ്ട്. അങ്ങനെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന്റെ മനോഹരമായ ബോക്സിന്റെ ഉള്ളിൽ ആ കമ്പനിയുടെ ഒരു മാനുവൽ, ആ കമ്പനിയുടെ ഒരു കാറ്റലോഗ് നമ്മൾ കാണാറില്ലേ? ആ കാറ്റലോഗ് എടുത്തിട്ട് ആ കമ്പനിയുടെ ആ പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ പഠിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും തന്നെ നമ്മൾ പനാസോണിക്കിന്റെ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഒരിക്കലും സാംസങ്ങിന്റെ ഒരു ഉപയോഗത്തെ, സാംസങ്ങിന്റെ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ആരും ഉപയോഗിക്കാറില്ല. മാത്രമല്ല, നമ്മുടെ വാഹനം നിരത്തിലൂടെ പോകാറുണ്ട്. നമ്മുടെ വാഹനത്തിൽ പെട്രോളും ഡീസലും നമ്മൾ അടിക്കാറുണ്ട്. ഒരിക്കലും തന്നെ ഡീസൽ അടിക്കുന്ന വണ്ടിയിൽ നമ്മൾ പെട്രോൾ അടിക്കാറില്ല. പെട്രോൾ അടിക്കുന്ന വണ്ടിയിൽ നമ്മൾ ഡീസലും അടിക്കാറില്ലെന്ന് മാത്രമല്ല, അത് അല്പം പോലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി പഠിപ്പിക്കുന്നു, വഹുവല്ലദീ ഫിസ് സമാഇ ഇലാഹുൻ വഫിൽ അർളി ഇലാഹ്. എന്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ താളക്രമം നമുക്ക് മനോഹരമായി അനുഭവിക്കുന്നു? ഓരോ ദിവസവും പ്രഭാതം പൊട്ടിവിടരുമ്പോ എത്ര മനോഹാരിതയോട് കൂടിയിട്ടാണ് ആ കാഴ്ച നമ്മൾ കാണുന്നത്. ഓരോ സായം സന്ധ്യയെയും എത്ര ഹൃദ്യമായിട്ടാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മാനസിക ഉല്ലാസത്തിന് വേണ്ടി കടൽക്കരയിൽ പോകുമ്പോ സൂര്യോദയം നമ്മൾ കാണുമ്പോ എത്ര ഭംഗിയാണ് നമ്മുടെ കണ്ണിലുള്ളത്. ഒരൽപ്പം പോലും മുൻകടക്കാതെ, മറികടക്കാതെ, ഓവർടേക്ക് ചെയ്യാതെ ഈ പ്രപഞ്ചത്തിന്റെ താളക്രമത്തെ മുന്നോട്ട് പോകുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അതേ ശക്തി തന്നെയാണ് ഈ ഭൂമിയിലെ മനുഷ്യനാകുന്ന പ്രൊഡക്റ്റിനെയും നിയന്ത്രിക്കേണ്ടത്, നിയമം നിർമ്മിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ മനുഷ്യൻ ആ നിയമങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. വിശ്വാസികളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നു. ഓരോരുത്തരുടെയും തോന്നലുകളും ഊന്നലുകളും ജീവിതമാകാൻ പാടില്ല. ഓരോരുത്തരുടെയും തോന്നലുകളും ഊന്നലുകളും ജീവിതമാകുമ്പോൾ പലപ്പോഴും അവരുടെ വ്യക്തിനിഷ്ഠമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിട്ട് മുന്നോട്ട് പോവുക. ഞാൻ എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വെട്ടിപ്പിടിക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വെട്ടിപ്പിടിക്കാൻ തോന്നിയാൽ പിന്നെ ഭൂമിയിൽ നടക്കുന്നത് ഫസാദായിരിക്കും, അക്രമമായിരിക്കും. ആ അക്രമം നമ്മുടെ സ്വസ്ഥമായ ജീവിതത്തെ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, വിശ്വാസികളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, വമാ കാന ലിൽ മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം. ഒരു വിശ്വാസിക്കും പാടില്ല, ഒരു വിശ്വാസിനിക്കും പാടില്ല. എന്തു പാടില്ല? പടച്ചവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ, പ്രവാചകൻ ഒരു കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് നിലപാട് സ്വീകരിക്കണം,
എന്റെ നിലപാട് സ്വീകരിക്കാൻ പാടില്ല. എന്റെ സമ്പത്ത് ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യണം, എന്റെ കുടുംബത്തെ ഞാൻ എങ്ങനെ സംരക്ഷിക്കണം, എന്റെ ശരീരം ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ എவ்விதം ഞാൻ ഉപയോഗിക്കണം, അതിനെക്കുറിച്ച് ഒന്നുപോലും വിട്ടുപോകാതെ നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോ വലാ തംശി ഫിൽ അർളി മറഹ, നിങ്ങൾ ഭൂമിയിലൂടെ അഹങ്കാരികളായിട്ട് നടക്കാൻ പാടില്ല. മനുഷ്യന്റെ നടത്തത്തെക്കുറിച്ച്, മനുഷ്യന്റെ ഇരുത്തത്തെക്കുറിച്ച്, മനുഷ്യ ജീവിതത്തിന്റെ വളരെ നിസ്സാരമെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പോലും വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ പഠിപ്പിക്കുന്ന ഖുർആൻ മനുഷ്യനൊരു നിയമം, മനുഷ്യനൊരു ജീവിത നിയമം, മനുഷ്യനിലിരിക്കുന്ന കാറ്റലോഗ്, മനുഷ്യനിലിരിക്കുന്ന മാനുവൽ, അതനുസരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യം ഉച്ചരിച്ചുകൊണ്ട്, ആദർശവാക്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മനുഷ്യർക്കിടയിൽ നടത്തുന്ന പ്രബോധന പ്രവർത്തനത്തിന്റെ ആത്മസത്ത, പ്രബോധന പ്രവർത്തനത്തിന്റെ അകക്കാമ്പ് ഇതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതറിയുന്ന, ഇത് മനസ്സിലാക്കുന്ന വ്യക്തികൾ ഈ സമൂഹത്തിൽ ഉണ്ടാകണം. ആ വ്യക്തികളെ നമുക്ക് സംസ്കരിച്ചെടുക്കേണ്ടതുണ്ട്. വ്യക്തികളുടെ സംസ്കരണത്തിലൂടെയാണ് വ്യക്തികളുടെ സമുച്ചയമായ കുടുംബം സംസ്കരിക്കപ്പെടുന്നത്. കുടുംബത്തിന്റെ സമുച്ചയമായ സമൂഹം സംസ്കരിക്കപ്പെടുന്നത്. സമൂഹങ്ങളുടെ പുനർനിർമ്മാണത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ അഭിവൃദ്ധി സാധ്യമായി തീരുന്നത്. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, ഇത് മനുഷ്യനോട് പറയേണ്ടത് എങ്ങനെയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. പ്രവാചകാധ്യാപനങ്ങളുടെ മുന്നോട്ട് പോകുമ്പോ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും, ആദർശങ്ങളെ ഒരു കാലത്തും ഒരാളുടെ മുമ്പിലും കെട്ടിയേൽപ്പിക്കാൻ പാടില്ല. നിങ്ങൾ ഖുർആൻ പഠിക്കുമ്പോ നിങ്ങൾക്ക് കാണാൻ കഴിയും, സുബ്ഹാനല്ലാഹ് എന്ന് ഒരാൾ പറയല് എത്ര മനോഹരമായ അഭിവാദനമാണ്. സുബ്ഹാനല്ലാഹ്, പടച്ചവൻ പരിശുദ്ധനാണ്. അത് പറയാൻ മനുഷ്യനും മറ്റൊന്നും ചിന്തിക്കേണ്ട. ഈ ഭൂമിയിലേക്ക് അവൻ നമ്മൾ വന്നപ്പോ പ്രിയപ്പെട്ടവരെ ഒന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുമ്പോ നമ്മൾ ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല. എത്ര നിസ്സഹായരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അടുത്ത നിമിഷം എവിടെയാണ് നമ്മൾ അന്തിയുറങ്ങുക എന്ന്, എവിടെയാണ് നമ്മൾ ഉണ്ടാവുക എന്ന് പറയാൻ കഴിയാത്ത വിധം എത്ര നിസ്സഹായനും ദുർബലനുമാണ് മനുഷ്യൻ. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ ജീവിതത്തിൽ പടച്ചവൻ നൽകിയിട്ടുള്ള സകല അനുഗ്രഹങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെയും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ സത്യം അവൻ ഉൾക്കൊള്ളാൻ, ആ സത്യം അവൻ അംഗീകരിക്കാൻ അവൻ ചിന്തിക്കട്ടെ, അവൻ ആലോചിക്കട്ടെ, അവൻ പഠിക്കട്ടെ എന്ന് ഖുർആൻ പറയുന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. ഖുർആൻ ഇവിടെ പറയുന്നത് മനുഷ്യൻ ചിന്തിക്കട്ടെ, അവൻ ആലോചിക്കട്ടെ, അവൻ ആലോചിച്ച് ചിന്തിച്ചിട്ട് അവൻ പടച്ചവനിലേക്ക് പടച്ചവനിലേക്ക് അവൻ എത്തിച്ചേരുകയാണ്. ആദർശത്തെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഒരാളുടെയും മുമ്പിലും ബലാത്കാരമായി ഒരാദർശത്തെയും കെട്ടിയേൽപ്പിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പറയുമ്പോ കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലമായി ആരോഗ്യപരമായ, നിർമ്മാണാത്മകമായ, രചനാത്മകമായ പ്രവർത്തനത്തിലൂടെയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി കടന്നു വന്നത്. ജമാഅത്തെ ഇസ്ലാമി മനുഷ്യരോട് സംസാരിച്ചത് അവരുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്. ജമാഅത്തെ ഇസ്ലാമി മനുഷ്യർക്ക് മുമ്പിൽ പ്രബോധനം ചെയ്തത് ഈ മനോഹരമായ സന്ദേശമാണ്. ഈ മനോഹരമായ സന്ദേശത്തിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എവിടെയാണ് ഭീകരവാദം കാണാൻ കഴിയുന്നത്? നിങ്ങൾക്ക് എവിടെയാണ് തീവ്രവാദം കാണാൻ കഴിയുന്നത്? നിങ്ങൾക്ക് എവിടെയാണ് ഇതര മതവിദ്വേഷത്തിനുണ്ടാകുന്ന, അതിന് ഒരു കനൽ, ഒരു തരിയെങ്കിലും ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? ഇവിടെ ഭൂമിയിൽ, ഇവിടെ നമുക്ക് ചുറ്റും, നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തിലും അറിവായും അനുഭവമായും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി പ്രസ്ഥാനങ്ങളില്ലേ, സംഘടനകളില്ലേ, പാർട്ടികളില്ലേ, കൂട്ടായ്മകളില്ലേ? ജമാഅത്തെ ഇസ്ലാമി എന്നത് നിങ്ങൾക്കൊരു അറിവാണോ? ജമാഅത്തെ ഇസ്ലാമി എന്നത് നിങ്ങൾ വായിച്ചെടുത്തിട്ടുള്ള ഒരു തിയറിയാണോ? അല്ലല്ലോ. നിങ്ങൾക്കിടയിൽ, നിങ്ങളുടെ രാവിലും പകലിലും ജീവിച്ചു കൊണ്ടിരിക്കുന്ന പച്ച മനുഷ്യർ ഉൾക്കൊണ്ട ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനം എടുത്ത് പരിശോധിക്കുമ്പോ ഭീകരവാദത്തിന്റെ, തീവ്രവാദത്തിന്റെ, വിധ്വംസക പ്രവർത്തനത്തിന്റെ ഒരു അംശലേശം പോലും ചൂണ്ടിക്കാണിക്കാൻ ഈ രാജ്യത്തെ മനുഷ്യർക്ക് സാധിക്കാത്തത് ഈ പ്രസ്ഥാനത്തിന്റെ മേന്മ കൊണ്ടല്ല, ഈ പ്രസ്ഥാനം ഗർഭം ധരിച്ച ആദർശത്തിന്റെ
ഉജ്ജ്വലതയിൽ നിന്നുകൊണ്ടാണ് എന്ന് പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടുകൂടി ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ലല്ലോ, വിമർശിക്കുന്നവരെ കുറിച്ച് പറയാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിമർശിക്കുന്നവരെ കുറിച്ച്, അവരുടെ കാഴ്ചപ്പാടുകളെ കുറിച്ച്, അവരുടെ രീതികളെ കുറിച്ച്, അവരുടെ വ്യത്യസ്തങ്ങളായ സമീപനങ്ങളെ കുറിച്ച് അറിയുന്നവരാണല്ലോ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് അത് നിങ്ങളുടെ ചിന്തക്ക്, അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന് വിട്ടേക്കുകയാണ്. ഇങ്ങനെ അഭിമാനത്തോടുകൂടി ഭീകരവാദത്തെക്കുറിച്ചും തീവ്രവാദത്തും സംസാരിക്കുന്നിടത്ത് തന്റെ ഇടത്തോടുകൂടി പറയാൻ കഴിയുന്നത് ആരാണ് എന്ന് ആർജവത്തോടുകൂടി ചോദിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. നിർമ്മാണാത്മകമായ, രചനാത്മകമായ പ്രവർത്തനം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 60 വർഷക്കാലത്തെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ദുരന്തങ്ങൾ സംഭവിച്ചിടത്ത്, നമ്മുടെ രാജ്യത്തിൽ ദുരിതങ്ങൾ സംഭവിച്ചിടത്ത്, ഏറ്റവും അവസാനം നമുക്കറിയാം കോവിഡ് ബാധിച്ചപ്പോ, അതുപോലെ തന്നെ പ്രളയമുണ്ടായപ്പോ വയനാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതങ്ങൾ ഒരു നേരം, ഒരു രാവ് കൊണ്ട് ജീവിതമില്ലാതായി പോയ നേരത്തേക്ക് ഓടിച്ചെന്ന മനുഷ്യന്മാർ ഈ പ്രസ്ഥാനത്തിന്റെ അടിത്തലിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പീപ്പിൾ ഫൗണ്ടേഷന്റെ അഡ്രസ്സിൽ നിന്നുകൊണ്ട് നിരവധി സേവന പ്രവർത്തനങ്ങൾ ഈ മനുഷ്യരോടൊപ്പം നിന്നുകൊണ്ട്. എന്തുകൊണ്ട്? അതൊരു പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ടല്ല, അതല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ പുറംമുഖമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നില്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന വ്യക്തിത്വത്തിന്റെ, വിശ്വാസ വ്യക്തിത്വത്തിന്റെ അകക്കാവുണ്ട്. അവൻ ഒരേ സമയം മനുഷ്യരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പടച്ചവന്റെ പ്രിയപ്പെട്ടവനായി മാറാൻ കഴിയുകയുള്ളൂ. എനിക്ക് പടച്ചവന്റെ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ, എനിക്ക് പടച്ചവന്റെ അംഗീകാരം ലഭിക്കണമെങ്കിൽ, ഞാൻ പടച്ചവന്റെ പ്രിയപ്പെട്ടവനായി മാറണമെങ്കിൽ ഭൂമിയിലെ മനുഷ്യരുടെ പ്രിയപ്പെട്ടവനായി മാറിയേ എനിക്ക് പറ്റുകയുള്ളൂ. അതാണ് പ്രവാചകാധ്യാപനം എന്ന് പറയുന്നത്. മക്കയിലെ തെരുവീതിയിൽ അന്നൊരു ശബ്ദം കേട്ടപ്പോ ആ ആളുകളൊക്കെയും ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിക്കൂടിയപ്പോ അവിടെ പ്രിയപ്പെട്ട പ്രവാചകൻ ആ വഴിക്ക് നിന്ന് തിരിച്ചു വന്നിട്ട് പറഞ്ഞല്ലോ, ഞാൻ പോയി അവിടെ ഒരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നം സംഭവിച്ചിടത്ത് അവിടെ ആദ്യം ഓടിയെത്തിയത് പ്രവാചകനായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാനുഷികതയുടെ, മാനവികതയുടെ, ഒരേ സമയം ദൈവികതയിൽ നിന്നുകൊണ്ട് മാനവികതയുടെ മൂല്യങ്ങളെ എത്രമാത്രം അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്ന് ഇസ്ലാമിക ഐഡിയോളജി പഠിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, പുകമറകൾക്കപ്പുറത്ത് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ നമുക്ക് പരിഹരിച്ചെടുക്കണമെങ്കിൽ സമൂഹത്തെ ആദർശപരമായി, ആശയപരമായി സംഘടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പണം ആവശ്യമാണ്. നമ്മുടെ രാജ്യത്തിന് നിലനിൽക്കാൻ ബിൽഡിങ്ങുകൾ, റോഡുകൾ, അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യ സമ്പത്ത് അത് തകർന്ന് തരിപ്പണമാകാൻ പാടില്ല. അത് വികലമായ ചിന്തകൾക്ക് അടിപ്പെട്ടു പോകാൻ പാടില്ല. അത് വിരുദ്ധമായ സമീപനങ്ങൾക്ക് അടിപ്പെട്ടു പോകാൻ പാടില്ല. പലപ്പോഴും വികലമായ ചിന്തകളാണ് പലപ്പോഴും ചില ആളുകൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ആളുകൾ ആരാണ് നമുക്കറിയാം. മതത്തെ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് പിടിക്ക് പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. മതം വ്യക്തികളെ സ്വാധീനിച്ചു കളഞ്ഞാൽ മതം വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തും, മതം ആഹ്വാനം ചെയ്യുന്ന വിപ്ലവം എന്ന് പറയുന്നത് സകല ദ്രോഹങ്ങൾക്കും സകല അക്രമങ്ങൾക്കും എതിരായി നിൽക്കും. അതുകൊണ്ട് മതത്തെ കേവലം ആരാധന അനുഷ്ഠാനങ്ങളുടെ ചട്ടക്കൂടിലൊതുക്കുകയും മതമെന്ന് പറയുന്നത് കേവലം ആരാധന അനുഷ്ഠാനങ്ങളിൽ പരിമിതമാവുകയും ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് അത്തരം ആളുകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിപ്ലവാത്മകമായ സന്ദേശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രമിക്കുന്ന എന്റെ സഹോദരന്മാരോട്, സഹോദരികളോട് പറയാനുള്ളത്, നിങ്ങളും ഈ നന്മയോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നാണ്. കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലമായി ജമാഅത്തെ ഇസ്ലാമി നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്ന ആളുകളാണല്ലോ നിങ്ങൾ. ഒരു കാലത്ത് വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടായിരുന്നു. മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത് പള്ളിയുടെ 4 വെളുത്ത ചുമരുകൾക്കുള്ളിലെ കേവലം അറബി ഭാഷയുടെയും കർമ്മശാസ്ത്രത്തിന്റെയും പഠനത്തിന്റെ പേര് മാത്രമായി അത് മാറിയിരുന്നെങ്കിൽ മതഭൗതിക വിദ്യാഭ്യാസത്തിന്റെ സമന്വയത്തിലൂടെ ഒരു പുതിയ രീതിയെ ജമാഅത്തെ ഇസ്ലാമി വിദ്യാഭ്യാസ വിപ്ലവത്തിന് വേണ്ടി സമൂഹത്തിന് സമർപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്കരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കുന്നത് ചില ആളുകൾ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുക, വേറെ ചില മനുഷ്യന്മാർ അത് കേട്ടുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നതാണ്. സംസ്കരണ പ്രവർത്തനങ്ങൾ ജനകീയമാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാവുക. എല്ലാവരും പറയേണ്ടവരും എല്ലാവരും കേൾക്കേണ്ടവരുമാകുന്ന ആരോഗ്യപരമായ ഒരു സമൂഹത്തെ നമ്മൾ സൃഷ്ടിക്കണം. പ്രവാചകന്മാരുടെ പാഠം അങ്ങനെയായിരുന്നു, സഹാബികളുടെ പാഠം അങ്ങനെയായിരുന്നു. അവർ പരസ്പരം ചേർന്നുകൊണ്ട് നന്മയിൽ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയായിരുന്നു. തിന്മകളെ ജീവിതത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി തോളോട് തോൾ ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രാദേശിക പ്രവർത്തനം എടുത്ത് പരിശോധിച്ചാൽ ഈ സംസ്കരണ
പ്രവർത്തനത്തിന്റെ രീതിശാസ്ത്രത്തെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ സാമൂഹിക സംസ്കരണ പ്രവർത്തനങ്ങളുമായി ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയും. ജമാഅത്തെ ഇസ്ലാമി നടത്തിയിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അത് കേവലം ഒരു പ്രഭാഷണങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്താൻ പറയുന്ന ഒന്നല്ല. മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മനുഷ്യരുടെ പ്രയാസങ്ങളോടൊപ്പം, അവരുടെ ബുദ്ധിമുട്ടുകളോടൊപ്പം, ജീവിതത്തിന്റെ പല കാരണങ്ങളാൽ ജീവിതത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ചേർത്ത് പിടിക്കുന്നിടത്ത് പ്രിയപ്പെട്ടവരെ, അവൻ ഏതു മതക്കാരനായിക്കൊള്ളട്ടെ, അവൻ ഏതു പാർട്ടിക്കാരനായിക്കൊള്ളട്ടെ, അവൻ ഏത് ജനവിഭാഗങ്ങളിൽപ്പെട്ടവനാകട്ടെ, അവൻ മനുഷ്യനാകുന്നു, അവൻ അർഹനാകുന്നു, അവൻ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട മനുഷ്യനാകുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്ക് അവിടെ ചേർത്ത് പിടിക്കുന്ന സംസ്കാരമാണ് കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ടായിരുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ തിരിച്ചറിയണം. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ കൂടുതൽ അന്വേഷിക്കുക, നിങ്ങൾ കൂടുതൽ പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്ത് ഇസ്ലാമിക പ്രസ്ഥാനത്തെ തിരിച്ചറിയുകയും അതിന്റെ നന്മകളോടൊപ്പം നിങ്ങൾക്ക് കഴിയും വിധം, നിങ്ങൾക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം, നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം, നിങ്ങൾക്ക് വ്യത്യസ്ത താല്പര്യങ്ങളും വ്യത്യസ്തമായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുള്ള മനുഷ്യരായിരിക്കും നിങ്ങൾ. നന്മയിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ നന്മയോടൊപ്പം നിങ്ങൾ കൈവെക്കണം. ആ നന്മക്ക് വേണ്ടി നിങ്ങളും കൂടെ ചേർന്ന് നിൽക്കണം. ജമാഅത്തെ ഇസ്ലാമി മുഴുവൻ മനുഷ്യരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഒന്നു ചേർന്നാൽ നാടിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നമുക്ക് ഒരുപാട് ചെയ്യാൻ കഴിയും. നമ്മൾ ഒന്നു ചേർന്നാൽ നാടിന്റെ സാംസ്കാരിക പുരോഗതിയെ മേന്മയിലെത്തിക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഒന്നു ചേർന്നാൽ സാമ്പത്തിക പുരോഗതിയിലൂടെ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ജനപ്രതിനിധികൾ ഇവിടെയുണ്ട്. ബഹുമാന്യരായ ജനപ്രതിനിധികളോടും എനിക്ക് പറയാനുള്ളത്, ഈ നാടിന്റെ നന്മയിൽ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകണം. ഈ മനുഷ്യരെ നമ്മൾ ചേർത്ത് പിടിക്കണം. വിശിഷ്യ ഞാൻ പറയുന്നത് പുതിയ കാലത്തെ ചെറുപ്പത്തെ നിങ്ങൾ ചേർത്ത് പിടിക്കണമെന്നാണ്. എനിക്ക് ശേഷമുള്ള ഖമറുദ്ദീൻ സരുടെ ക്ലാസ്സിൽ അത് വരും, പ്രഭാഷണത്തിൽ അത് വരുമെന്നാണ് ഞാൻ പറയുന്നത്. പുതിയ കാലത്തെ ചെറുപ്പത്തെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങളും മക്കളെ പോലെയാവുക, നിങ്ങളും കുട്ടികളെ പോലെയാവുക. കുഞ്ഞുങ്ങളുടെ ഒരു ലോകമുണ്ട്, അവരുടെ ഒരു കാഴ്ചപ്പാടുണ്ട്, അവരുടെ സ്വപ്നങ്ങളുണ്ട്, അവരുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന അവരുടെ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് ജീവിതത്തെ നമ്മളും അവരോടൊപ്പം ചേർന്നുകൊണ്ട് അവരെ അക്കമഡേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സാധിക്കുമ്പോ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കും. ജമാഅത്തെ ഇസ്ലാമി ഇത്തരം പ്രാദേശിക സമ്മേളനങ്ങളിലൂടെ നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മ, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഈ നന്മയിൽ ആവശ്യപ്പെടുന്നു, അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. പടച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പ്രപഞ്ചനാഥന്റെ നാമത്തിൽ നിർവഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി. പ്രൗഢമായ ഈ സദസ്സിനെ അഭിമുഖീകരിച്ചു